ഹരി ഓം നാരായണ നാരായണ. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഇന്ന് നമ്മൾ സുപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. അതായത് 2026 ജനുവരി മാസം 6-ാം തീയതി ചൊവ്വാഴ്ചയാണ് നാളെ. കാലപുരുഷന്റെ കണക്ക് പുസ്തകത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാകുന്നുണ്ട് നാളെ. ജ്യോതിഷശാസ്ത്ര പ്രകാരം ഗ്രഹങ്ങൾ അവയുടെ സഞ്ചാരപഥത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ ഫലങ്ങളെയാണ് കരുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ലഭിക്കുന്ന ഗുണകരമായ ഫലമായിരിക്കില്ല മറ്റൊരാൾക്ക് ലഭിക്കുന്നതിൽ ഫലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടായിരിക്കും. ചില ദിവസങ്ങൾ നമുക്ക് ധാരാളം സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ചില ദിവസങ്ങൾ എങ്ങനെയാണ്, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായി വരും. ശരിയല്ലേ? എന്നാൽ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ നമുക്ക് അതിജീവിച്ച് വിജയത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും. അങ്ങനെ നാളെ ചൊവ്വാഴ്ച 9 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കും കണ്ണീരിനും ഒരു അറുതി വരുന്ന സമയമാണ് എന്ന് ഈ ഗ്രഹനില പ്രകാരം നോക്കുമ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും അനുകൂലമായ ദൃഷ്ടിയാണ് ഇവിടെ ഈ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം പുണ്യദിനമാക്കി മാറ്റുന്നത്. പ്രധാനമായും ഇവിടെ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാർക്ക് ഈ ഒരു സൗഭാഗ്യം നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതാരൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് വരാൻ പോകുന്നതെന്നും എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറാൻ എന്ത് ചെയ്യണം നിങ്ങൾ പരിഹാരമായിട്ട് എന്നതുകൂടിയാണ് ഇവിടെ വിശദമാക്കാനായി പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ ആ 3 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന്. ആദ്യം നമ്മൾ നോക്കുന്നത് വ്യാഴ ഭഗവാന്റെ, അതായത് വ്യാഴത്തിന്റെ കടാക്ഷം, ഗുരുവിന്റെ കടാക്ഷം പൂർണ്ണമായി ലഭിക്കുന്ന 3 നക്ഷത്രങ്ങൾ: പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചത് കേൾക്കും. അതായത് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായി മനസ്സിന് ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥയായിരുന്നു. ആണെങ്കിൽ അങ്ങനെയെന്ന് കമന്റ് കൂടെ രേഖപ്പെടുത്തുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതേ അവസ്ഥയിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കാനാണ്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് നിങ്ങൾക്ക് അതേപോലെ മറ്റുള്ളവരിലേക്കും അറിയാനും സാധിക്കും. നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് കൂടി രേഖപ്പെടുത്തുക ഈ നക്ഷത്രക്കാരാണെങ്കിൽ. എന്നാൽ നാളെ ചൊവ്വാഴ്ചയാണ്. അതേപോലെ നാളെ ദേവി ക്ഷേത്ര ദർശനം തീർച്ചയായിട്ടും നടത്തണം കേട്ടോ. ചൊവ്വ വെള്ളി ദിവസങ്ങൾ ദേവി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്താൽ ഇരട്ടി പുണ്യവും ഭാഗ്യവും ലഭിക്കും. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ മനപ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒരു അറുതി വരികയാണ്. മനസ്സിന്റെ ഭാരം 3/4% ഇറക്കി വെക്കാനായി നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു ദിവസമാണ് നാളെ. കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ അതേപോലെ കേസുകളോ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീർപ്പാക്കുന്ന ഒരു യോഗമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില പേപ്പർ വർക്കുകളൊക്കെ നാളത്തെ ദിവസം നടക്കുവാനുള്ള ഒരു സാധ്യതയും ഭാഗ്യവും ഒക്കെ കാണുന്നുണ്ട്. കാരണം നാളെ ഭാഗ്യം പൂർണ്ണമായി നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു ദിവസമാണ്. ഇനി വിശാഖ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. ജോലി സ്ഥലത്ത്, അതായത് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അർഹിക്കുന്ന അംഗീകാരം അങ്ങോട്ട് കിട്ടുന്നില്ല എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടോ? അതായത് നല്ല നിലയിൽ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നൊരു മതിപ്പ്, അംഗീകാരം എന്നിവ കിട്ടാതെ പോകുന്നു. നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്തിട്ട് പോലും മറ്റുള്ളവർക്ക് എന്തൊക്കെയോ ഇഷ്ടക്കേടുകൾ പോലെ കാണിക്കുന്നുണ്ടോ എന്നൊരു അവസ്ഥ ആണെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇവിടെ മാറാൻ പോകുന്നത്. അതായത് മേലധികാരിയിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരിൽ നിന്നും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പിന്തുണ നാളത്തെ ദിവസം മുതൽ ലഭിച്ചു തുടങ്ങുന്നതാണ്. പണ്ട് കൈവിട്ടുപോയി എന്ന് കരുതിയ പലവിധ ഭാഗ്യങ്ങളും, സ്വർണമാകാം, വാഹനമാകാം, അങ്ങനെ പലവിധ ഭാഗ്യങ്ങൾ, ഭൂമിയാണല്ലോ ഒരുപാട് ആകാംക്ഷയോടെ ആശിച്ച് കൊതിച്ചൊക്കെ നമ്മൾ വാങ്ങിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതായത് പെട്ടെന്ന് ഒരു അവസ്ഥയിൽ വിൽക്കേണ്ടതായൊക്കെ വരും. എന്നാൽ അത് തിരിച്ചു പിടിക്കാൻ നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്കും മംഗളകരമായ ചില കാര്യങ്ങൾ, ചില സൂചനകൾ ഒക്കെ ലഭിക്കുവാൻ നാളെ മുതലുള്ള സമയം ഭാഗ്യം കാണുന്നുണ്ട്. ഇനി അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറി, അതായത് വിസയുമായി ബന്ധപ്പെട്ടോ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങുന്ന ഒരു സമയം നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ പഠിക്കാനുള്ള അവസരം ഇതൊക്കെ വന്നു ചേരുന്നതാണ്. ഇനി പിതൃസ്വത്ത് അനുഭവിക്കാനുള്ള യോഗം കൂടി വരുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ സ്വത്ത് തർക്കങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ അതിനെല്ലാം ഒരു സമാപ്തിയാവുന്നുണ്ട്. ഒരുപാട് നാളുകളെ കേസ്, കോടതി വഴക്ക്, ചെലവുകൾ അങ്ങനെ
ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനൊരു അവസാനം നാളത്തെ ദിവസം മുതൽ തുടങ്ങുന്നുണ്ട്. നാളത്തെ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാനായി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത 3 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും മറ്റു നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം അത് വിട്ടുപോയതാണ്. അതായത് ഇവിടെ നമ്മൾ പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതായത് ഇപ്പോൾ വസ്തു തർക്കങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അതൊന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുമ്പോഴും വളരെ സൂക്ഷ്മത ഉണ്ടായിരിക്കണം. ഒരു തെറ്റും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനൊരു പരിഹാരം കൂടി പറഞ്ഞു തരാം. അതായത് നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ ഒരു പാൽപായസ വഴിപാടൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഐശ്വര്യം വർദ്ധിക്കുന്നതിന് അത് സഹായിക്കുന്നതാണ്. പ്രധാനപ്പെട്ട രേഖകൾ എന്തെങ്കിലും സൈൻ ചെയ്യുന്നത് വാഹനവുമായി ബന്ധപ്പെട്ടതാകാം, അതല്ലെങ്കിൽ വസ്തുവകകളുമായി ബന്ധപ്പെട്ടതാകാം. എന്തെങ്കിലും രേഖകൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കെയർഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും വായിച്ചതിന് ശേഷമേ ഒപ്പിടാനൊക്കെ പാടുള്ളൂ. നിങ്ങളുടെ ഒപ്പ് വളരെയധികം വിലപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ചെറിയൊരു ഒപ്പും അത് ചിലപ്പോൾ വലിയ വിഷയങ്ങളിലേക്ക് പോകാൻ, വിഷയങ്ങളെല്ലാം സോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ വിഷയങ്ങളിലേക്ക് ഒന്നും പോകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. നാളത്തെ ദിവസം രാവിലെ തന്നെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. വളരെയധികം നേട്ടവും മാറ്റവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ശനി ഭഗവാന്റെ ഒരു സ്വാധീന വലയത്തിലുള്ള, എന്നാൽ ശനിദോഷങ്ങളൊക്കെ മാറി ഗുണകരമായ അനുഭവങ്ങൾ കൂടുതലായി ലഭിക്കാൻ പോകുന്ന 3 നക്ഷത്രക്കാരെ കുറിച്ചാണ്. അപ്പോൾ അവര് പൂയം, അനിഴം, അതേപോലെ ഉത്രട്ടാതി. അങ്ങനെ ഈ 3 നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക്, അതായത് പൂയ നക്ഷത്രം, ഒറ്റ നക്ഷത്രം നമുക്ക് ആദ്യം ഒന്നുകൂടെ നോക്കാം. അതായത് പൂയ നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അപ്പോൾ പുതിയൊരു വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ നിലവിലെ വീടൊന്ന് മൂടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ വിൽക്കാൻ സാധിക്കാതെ കിടന്നിരുന്ന ഭൂമി ഉണ്ടാകുമല്ലോ. ഒരുപാട് നാളുകളായി ക്രയവിക്രയം നടത്താൻ തടസ്സപ്പെട്ട് കിടന്ന ഭൂമി, അതിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില ലാഭകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിലവിലുള്ളവരാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു നേർച്ച പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഭഗവാൻ സുബ്രഹ്മണ്യൻ തടസ്സങ്ങളെയൊക്കെ ഇല്ലാതെയാക്കി തരുന്നതാണ്. കൂടാതെ ലോട്ടറി പോലെയുള്ള സമ്മാനങ്ങൾ ലഭിക്കാനൊക്കെ ഭാഗ്യം കാണുന്നുണ്ട്. ഇനി അനിഴം നക്ഷത്രത്തിന്റെ കാര്യത്തിലേക്ക് വന്നാലും കുടുംബജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസവും സമയവുമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ദമ്പതികൾക്കിടയിൽ ഏതെങ്കിലും ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറി രമ്യതാ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ലോഡ് സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്ന, ഭാഗ്യം അനുകൂലമായി വരുന്ന, ശനി അനുകൂലമാകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കാതെ ഞൊടിയിടയിൽ കാര്യങ്ങളെല്ലാം ശരിയാകുന്നത്. വിദേശത്തുള്ള ആളുകളാണെങ്കിൽ നാട്ടിൽ വരാനായി എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ കിടക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നാട്ടിൽ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ ആ അവധിക്കാലം ആഘോഷിക്കുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ഉത്രട്ടാ നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ്. അധ്വാനിക്കാൻ ഒരു പ്രയാസവും ഇല്ല, എത്ര വേണമെങ്കിലും അധ്വാനിക്കും. പക്ഷെ അതിനങ്ങോട്ട് ഒരു നീക്കിയിരിപ്പ്, ഒരു സേവിങ്സ് ഒന്നും ഇല്ലാതെ വലയുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം മുതൽ അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിലും നാളെ മുൻപേ അപേക്ഷിച്ചിട്ടുള്ള പല ജോലിയുമായി ബന്ധപ്പെട്ട ചില വാർത്ത നാളത്തെ ദിവസം മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഫോൺ കോൾ ആയിട്ടോ ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളെ തളർത്താൻ നോക്കിയ ശത്രുക്കൾ പിൻവാങ്ങുന്ന ഒരു സമയമാണ്. അതായത് ഇനി നിങ്ങളോടൊപ്പം നിന്നാൽ ശരിയാവത്തില്ല, നിങ്ങളെ ഒരുപാട് അവരെ ഇതിനോടൊപ്പം ദ്രോഹിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അവർക്ക് ദ്രോഹിക്കാൻ നിന്നാൽ അവരുടെ തടി കേടാവുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ദോഷമായ ഗ്രഹങ്ങളൊന്നും ഇപ്പോൾ നിൽക്കുന്നില്ല. എല്ലാവരും അനുകൂലമായി നിൽക്കുന്നതിനാൽ തന്നെ അവരെന്ത് ചെയ്താലും അവർക്ക് തിരിച്ചടിക്കും. അത് തിരിച്ചടിത്ത് തുടങ്ങിയും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ ഓർത്തിരി ഭയപ്പെടേണ്ട കാര്യമില്ല. വിട്ടുമാറാത്ത രോഗങ്ങളാൽ വലയുന്നവരാണെങ്കിൽ പോലും അതിനൊക്കെ ഒരു ശമനം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം കൂടി ഒന്ന് പറഞ്ഞു തരാം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, അതായത് ചൊവ്വാഴ്ച ദിവസം തന്നെ നാളത്തെ ദിവസം നിങ്ങൾ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല സമർപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവൽ നിവേദ്യം നടത്താവുന്നതാണ്. ഹനുമാൻ സ്വാമി ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ശ്രീരാമചന്ദ്രനെയാണ്. അപ്പോൾ ശ്രീരാമജയം ശ്രീരാമജയം എന്നിങ്ങനെ മനസ്സിൽ ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ പ്രീതി കൂടുതലായി വന്നു ചേരുന്നതിന് സഹായിക്കും. അപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. കാരണം ശനിപ്പീഡയൊക്കെ മാറുന്നതിന് വേണ്ടി
എന്നാൽ നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് ശനിയുമായി ബന്ധപ്പെട്ട ദോഷമില്ലാത്തതിനാൽ കറുപ്പ് തൽക്കാലത്തേക്ക് ഒന്ന് ഒഴിവാക്കുക. ശനി ഇപ്പോൾ അനുകൂലമായി വന്നിരിക്കുന്നു. അപ്പോൾ കറുപ്പ് വസ്ത്രങ്ങൾ ഒഴിവാക്കുക. കറുത്ത പാൻ്റൊക്കെ ആണെങ്കിൽ അത് ഇട്ടേ മതിയാകുമല്ലോ. അപ്പോൾ കറുത്ത വസ്ത്രങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് വിട കൊടുക്കുക. അതായത് ശനി ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നു. കറുപ്പ്, അതായത് നീരാഞ്ജനം അങ്ങനെയുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. ശനി ഭഗവാൻ ഇവിടെ അനുകൂലമായി നിൽക്കുന്നു. നമ്മൾക്ക് ഇപ്പോൾ വേണ്ടുന്നത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ച ദിവസം, നാളത്തെ ദിവസം തന്നെ രാവിലെയോ വൈകിട്ടോ ജോലിക്കൊക്കെ പോകുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് രാവിലെ ഉണ്ടെങ്കിൽ സാരമില്ല, വൈകുന്നേരം തന്നെ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഒരു വെറ്റില മാലയോ അവൽ നിവേദ്യം നടത്തിയാൽ മതിയാകും. മുന്നോട്ടുള്ള സമയങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുകയും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ മാറുന്നതിന് നിങ്ങൾ ഇപ്പോൾ ഹനുമാൻ സ്വാമിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കറുത്ത സാരി അല്ലെങ്കിൽ കറുപ്പുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ തൽക്കാലം അതൊന്നും ഉപേക്ഷിക്കുകയല്ല, തൽക്കാലത്തേക്ക് അതൊന്നും ധരിക്കാതിരിക്കുന്നത് ഉത്തമമായിരിക്കും. അടുത്ത 3 നക്ഷത്രങ്ങൾ ആയില്യം, തൃക്കേട്ട, രേവതി. അതായത് ബുധ ഭഗവാന്റെ അനുഗ്രഹം കൂടുതലുള്ള, അല്പം ബുദ്ധി ശക്തി, ബുദ്ധി കൗശലം, കൂർമ്മത കൂടുതലായിട്ടുള്ള നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഒരു ആയില്യം നക്ഷത്രക്കാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാക് സാമർഥ്യം കൂടുതലായിട്ടുള്ളവരാണ്. നിങ്ങളുടെ മുമ്പ് അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അത് ബുധന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അത് വളരെയധികം വാക്ചാതുര്യമാണല്ലോ അവരുടെ ജോലി മേഖല എന്ന് പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നാളെ മുതലുള്ള സമയം ഇനി സാധിക്കുന്നതാണ്. അത് ഏത് വസ്തു വിൽപ്പന വാങ്ങൽ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചില പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരിൽ നിന്നും ചില പുതിയ അവസരങ്ങൾ, ചില പുതിയ ന്യൂസുകളൊക്കെ ലഭിക്കാനും, ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുന്നതായ ചില സൂചനകളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നാളത്തെ ദിവസം മുതൽ. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ മനസ്സിന് ഒരുപാട് ടെൻഷനുകൾ ഉണ്ട്. അതായത് പുറമേ നിന്ന് ആർക്ക് നോക്കിയാലും വലിയ വിഷയമില്ലാത്ത പോലെ പോകുന്നെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് ഒരുപാട് ടെൻഷനുകൾ കൊണ്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മാറി ആശ്വാസം വരുന്ന സമയമാണ്. സാമ്പത്തികമായും വലിയ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി കഴിയും. പ്രത്യേകിച്ച് 2026 വളരെയധികം അനുകൂലമാണ്. നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലൊക്കെ ഇടപെടുന്നവർക്കും ലാഭം അനുകൂലമായി വരുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നാളെ മുതൽ സോൾവ് ആകും. കാരണം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരേണ്ട സമയമാണ്. അടുത്ത രേവതി നക്ഷത്രമാണ്. ജാതകത്തിലെ ദോഷങ്ങളൊക്കെ മാറി ഒരു ഭാഗ്യത്തിന്റെ തെളിച്ചം, ഒരു കുളിർമ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കായിക രംഗങ്ങളിൽ എഴുത്ത്, സാഹിത്യം, പാട്ട്, ഡാൻസ് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെയധികം ഉന്നതിയും അംഗീകാരങ്ങൾ ലഭിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട്. പ്രശസ്തി വന്നു ചേരേണ്ട സമയമാണ്. അപ്പോൾ ഇതുവരെ ഒരു പ്രശസ്തി, അംഗീകാരങ്ങളോ അവാർഡുകളോ ഒന്നും ലഭിക്കാത്തവരാണെങ്കിൽ പോലും വിഷമിക്കേണ്ട. ഇതുവരെ നിങ്ങൾ കാഴ്ചവെച്ച സംഭാവനകൾക്കുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാഴ്ചവെച്ച കഴിവിനനുസരിച്ചുള്ള ചില സംഭാവനകളൊക്കെ ഗവൺമെന്റിൽ നിന്നായാലും പുരസ്കാരങ്ങളായി ലഭിക്കാനൊക്കെയുള്ള സാധ്യതയും ഭാഗ്യവും കാണുന്നുണ്ട്. സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹം മനസ്സിലുണ്ട്. ഉള്ളതൊന്ന് കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ പുതിയതായി ഒരെണ്ണം നേടിയെടുക്കണമെന്നോ ആകാം. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തീർപ്പാക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലെ ആഗ്രഹം എന്തായാലും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അത് എല്ലാ ചൊവ്വാഴ്ചകളിലും, അപ്പൊ നാളെ മുതൽ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. ചൊവ്വാഴ്ച അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക. നിങ്ങളുടെ കൈകൊണ്ട് കെട്ടിയ തുളസിമാലയാണെങ്കിൽ ഏറ്റവും ഉചിതം. തുളസി വീട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ കടയിൽ നിന്ന് അവിടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റോളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അത് വാങ്ങിച്ചു കൊടുത്താലും മതി. കൂടെ ഒരു പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കാമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അതല്ല, പച്ച നിറത്തിലുള്ള വസ്ത്രം ഇല്ലാത്ത പക്ഷമാണെങ്കിൽ ഒരു പച്ച കർച്ചീഫ് ആയാലും കയ്യിൽ വെക്കുക. പച്ച എപ്പോഴും, പച്ചപ്പെന്ന് കേട്ടിട്ടില്ല, എപ്പോഴും ഭാഗ്യത്തെ അട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ പച്ച നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഒരു പേന പച്ച നിറത്തിലുള്ള ആയാലും കയ്യിൽ നിങ്ങൾ പോക്കറ്റിൽ കുത്തിവെച്ചിരുന്നാലും മതി. എപ്പോഴും ഒരു ഭാഗ്യത്തിന്റെ ആഗീരണം കൂടുതലായി നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഓം നമോ നാരായണ എന്ന മന്ത്രോച്ചാരണം എപ്പോഴും 108 ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും. അത് ഇന്ന സമയമൊന്നുമില്ല. വെറുതെ ഇരിക്കുമ്പോൾ സിനിമാ പാട്ട് ചുണ്ടിൽ മൂളി നടക്കത്തില്ലേ, അതിനെക്കാട്ടി എത്രയോ ഭേദമാണ് നാമോച്ചാരണങ്ങൾ. അത് സിനിമ പാടിക്കൊണ്ട് നടന്നാൽ നമുക്ക് സിനിമയിൽ പാടാനൊന്നും അവസരം കിട്ടത്തില്ല. പക്ഷേ ഈ 108 ഭഗവാന്റെ ഓം നമോ നാരായണ ജപിച്ചു കഴിഞ്ഞാലോ നമുക്ക് ലഭിക്കുന്ന പുണ്യം, നമ്മുടെ ലഭിക്കുന്ന പോസിറ്റിവിറ്റി എത്രത്തോളം വലുതാണ് എന്നൊന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നാളെ മുതൽ ഇതൊന്ന് തുടങ്ങി നോക്കൂ. എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ 108 എണ്ണിക്കോണം. 108 അപ്പുറത്തോട്ട് പോകണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പറ്റുന്നെങ്കിൽ അത്രയാവാം.
ഏറ്റവും കുറഞ്ഞത് 108 ഒരു ഓം നമോ നാരായണ ജപിച്ചു നോക്കും. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നിങ്ങളുടെ ചുറ്റുപാടിനും അതിലുപരി നിങ്ങളുടെ ഗൃഹത്തിന് തന്നെ, നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിന് തന്നെ വന്നു ചേരാൻ പോകുന്ന പോസിറ്റിവിറ്റി എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് കണ്ടറിയാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അനുകൂലമായ അവസ്ഥയാണ്. ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഈശ്വരാധീനത്താൽ 2026 ജനുവരി 6 എന്ന നാളത്തെ ദിവസം, അതായത് നാളെ ചൊവ്വാഴ്ച ദിവസം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഏത് കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങുക. പിന്നെ രേഖകളൊക്കെ സൈൻ ചെയ്യുമ്പോൾ അതെല്ലാം കൃത്യമായി വായിക്കാനൊക്കെ ശ്രമിക്കണം. എടുത്തു ചാടിയുള്ള സൈൻ ചെയ്യുന്നതിനൊന്നും പോകാതിരിക്കുക. ഈശ്വര വിശ്വാസത്തോടു കൂടി എപ്പോഴും പോവുക. എല്ലാ കാര്യങ്ങളും സർവമംഗളമായി നടക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ വഴിപാടുകൾ, ഈ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി ധൈര്യമായി മുന്നോട്ട് പോവുക. എപ്പോഴും കഴിയുന്ന സമയങ്ങളിലൊക്കെ ഭഗവാനെ വിളിച്ചോളൂ. ഭഗവാൻ കൂടെ ഉണ്ടാകും. വളരെ അനുഗ്രഹമായി നിൽക്കുന്ന ഒരു സമയമാണ്. ഏവർക്കും